ഹലോ കുട്ടീസ്, ഞാൻ ഇന്നിതാ എൻ്റെ ജീവിതത്തിൽ ഉരുളക്കിഴങ്ങും ഉള്ളിയും ഇല്ലാതെ ഒരു കറിയില്ലാന്ന് പറഞ്ഞ് വീണ്ടും ഉരുളക്കിഴങ്ങും ഉള്ളിയും പൊക്കി വന്നിട്ടുണ്ട്. അതിപ്പോൾ രാവിലത്തെ കറിയായാലും ഉച്ചക്കത്തെ കറിയായാലും എന്തായാലും എന്തിനെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വേണ്ടി വരും. അതില്ലാതെ ഒരു കാര്യം നടക്കില്ല കേട്ടോ. ഇന്നിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിക്കാണ് ഞാൻ ഇന്നതേ ഇതിനെയും പൊക്കി വന്നത് കേട്ടോ. അപ്പോൾ ഉള്ളീനെ നല്ലോണം നമ്മളെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പന്മാരായിട്ട് മാറ്റി വയ്ക്കാം. അതിനിടയിൽ ഒരു ഉള്ളീനെ വിട്ടുപോയി. പിന്നെ ഓടിപ്പോയി അതിനെ എടുത്ത് അതിനെയും കൂടെ ഡ്രസ്സൊക്കെ അയച്ച് സുന്ദരനായിട്ട് കുളിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കുളിപ്പിക്കാനായിട്ടില്ല, കുളിപ്പിക്കാനുള്ള ടൈം വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഉരുളക്കിഴങ്ങ് നല്ലോണം ചെത്തി ക്ലീനാക്കി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടുമിക്ക കറികളിലും ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ബാജി ആണെങ്കിലും നമ്മുടെ മസാലക്കറി ആണെങ്കിലും നമ്മുടെ സോയാബീനോ അങ്ങനത്തെ കറി എന്തെങ്കിലും ആണെങ്കിൽ സാമ്പാറാണെങ്കിൽ എന്തായാലും ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉള്ളി ഇല്ലാത്തൊരു ലോകം എനിക്കില്ല. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങിനെ നല്ല രീതിക്ക് തന്നെ ചെത്തി ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കറി ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടാൽ മതി. പറഞ്ഞാൽ അതൊരു സുഖമില്ലല്ലോ, അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കറി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ആ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ അതേ നമ്മൾ വെള്ളം എടുത്തു, വെള്ളത്തിൽ കുളിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. കുളിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉള്ളിനെ അരിഞ്ഞിടാം. അതിന് മുമ്പ് നമ്മൾ ആ ഉള്ളിൻ്റെ ആ ഒരു കൂമ്പിൻ്റെ ആ ഒരു ഭാഗമല്ലേ അതൊന്ന് ചെത്തിക്കളയുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ വേഗം ചെത്തി ഉള്ളി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ സാധാരണ ഉള്ളി ഇങ്ങനെയല്ല അരിഞ്ഞു കൊടുക്കുക, സാധാരണ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് അരിയുക. പക്ഷെ ഇന്ന് നമുക്ക് വീഡിയോയിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിൻ്റെ അനന്തരഫലമായിട്ട് നല്ല മീൻ വറക്കാൻ എടുത്ത് വെച്ച പോലെ വിരളാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് വര വീണിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളീനൊരു ഭാഗത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ കുക്കറിലേക്ക് തന്നെയാണ് കേട്ടോ അരിഞ്ഞിടുന്നത്, കഴുകിയത് കൊണ്ട്. അപ്പം പിന്നെ നമ്മൾ കിഴങ്ങ് നമ്മൾ ചെറുതായിട്ട് ചതുരത്തിൽ മുറിച്ച് അതും നമ്മുടെ ഉള്ളീൻ്റെ കൂടെ കുക്കറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ചതുരം എന്നൊക്കെ പറയുകയാണെങ്കിലും ഇതാണോ ചതുരം എന്ന് ചോദിക്കേണ്ട, ഇതല്ല ചതുരം. എന്നാലും എൻ്റെ ചതുരം എങ്ങനെയാണ് എന്താനും. പിന്നെ അതെ പച്ചമുളക്, കൂട്ടിന് പച്ചമുളക് നമ്മളൊന്ന് ചീന്തിയിട്ട് അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇത്തിരി ക്ഷീണം പിടിച്ച കറിവേപ്പിലയാണ് കേട്ടോ, എന്നാലും കുഴപ്പമില്ല വെച്ചിട്ട് നമ്മൾ കറിവേപ്പില ഇട്ടു, ഉപ്പിട്ടു, പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടിക്ക് ശേഷം നമ്മൾ മുളക് പൊടി എടുത്തിട്ടു. പിന്നെ അതേ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. മല്ലിപ്പൊടി അത്യാവശ്യത്തിന് ഇടുന്നുണ്ട്. അപ്പം അതൊക്കെ ചേർത്ത് പിന്നെ ലാസ്റ്റ് നമ്മുടെ സാജീരകം, പെരിഞ്ജീരകം, പട്ടയല്ല ഗ്രാമ്പൂ അതൊക്കെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിനി ഇതെന്ത് ചെയ്യാം, കുറച്ച് ഗരം മസാല ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ജസ്റ്റ് പാകത്തിന് മാത്രം വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ അത് ഒന്ന് ഇളക്കിയിട്ട് നേരെ അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പം നമ്മൾ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മുട്ടകളുണ്ട്, ആ മുട്ടയൊക്കെ ഒന്നെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഞാൻ ഇപ്പുറത്തുനിന്ന് കുത്തി അതിന് തൊലി കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എപ്പോഴും മുട്ട എടുക്കുമ്പോൾ 1-2 അധികം വെക്കും കേട്ടോ, ചിലപ്പം കുട്ടീസ് തല്ലൂട്ടാവും. അതുകൊണ്ട് എന്തിനാ വെറുതെ ഒരു തല്ലൂട്ടെന്ന് വെച്ചിട്ട് നമ്മുടെ മുട്ടകൾ ഇതാ കിളുകിളോ ഓടി നടക്കുന്ന മുട്ടകൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതിന് ഒരു 4 വര ഇട്ട് കൊടുക്കാം. നമ്മളെ മസാല ഉള്ളിലേക്കൊക്കെ നന്നായി സെറ്റാവണ്ടേ. അപ്പോൾ നമുക്കൊരു 4 വര വെച്ചിട്ട്, കറക്റ്റ് 4 അങ്ങനെയൊക്കെ അങ്ങനെ ഓരോ മുട്ടയ്ക്ക് ഓരോ പോലെ എന്തായാലും വര ഇട്ട് കൊടുത്താൽ അതൊന്ന് ആ ഒരു കറി കിടന്ന്
ആ ഗ്രേവിയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് അല്ലേ. ഇപ്പം കറി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നുള്ള എനിക്കറിയാം. അപ്പോൾ നമ്മൾ എല്ലാ മുട്ടേനെയും വരച്ചു. ഇതാ ഒരു മുട്ടയും കൂടെ ഉണ്ട് കേട്ടോ, അതിനെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് എടുത്ത് വയ്ക്കുകയാണേ. പിന്നെ നമ്മൾ നേരെ കുക്കറിൻ്റെ മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് എന്തിടാം, ഞാൻ നേരത്തെ നിങ്ങൾ കാണാതെ മാറ്റി വെച്ച തക്കാളി ഉണ്ടായിരുന്നു, എന്നോട് മറന്നുപോയതാണ്, പെട്ടെന്ന് എടുത്ത് അരിഞ്ഞിട്ടതാണ്. അപ്പോൾ ആ തക്കാളിയും കൂടെ അതിലിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇടുന്നുണ്ട് കേട്ടോ. കാരണം ആ മുട്ട അതിലിട്ടാൽ ആ ഗ്രേവി അങ്ങ് പിടിച്ചൊന്ന് സെറ്റാവുമല്ലോ. ലാസ്റ്റ് ടൈം നമ്മൾ എടുക്കുന്ന ടൈം ഇട്ടാൽ ഒരു സുഖം ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് ചെയ്യാറ്. പിന്നെ അതിലേക്ക് കുറച്ചുകൂടെ വേപ്പിലിട്ട് അതൊക്കെ കണ്ടില്ലേ, ഇപ്പം ആ ഒരു ഗ്രേവി ആ മുട്ടേനെ ആ വരേൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്കും കയറിയിട്ടുണ്ടാവും. അപ്പം താങ്ക് യു. എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണേ.